പ്രകമ്പനം കൊള്ളിച്ചോ? പ്രകമ്പനം മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ അനസ്. ഇറ്റ്സ് മീ അജേഷ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മച്ചാനെ വൈബ് പടം, പുണ്യാളന്റെ തള്ള വൈബ്, തന്ത വൈബ് എല്ലാം സെറ്റ്. വിജേഷ് പാനത്തൂർ ഡയറക്ഷൻ ചെയ്ത് ശ്രീഹരി വടക്കൻ എഴുതിയ, തിയേറ്ററിൽ ചിരിയുടെ പൊടിപൂരം തീർത്ത പ്രകമ്പന മൂവിയുടെ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. മൂവിയിലോട്ട് വരുമ്പോഴേ മൂവിന്റെ ഒരു ഫുൾ പ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ഹൊറർ എന്റർടൈൻമെന്റ് ആണ്. ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് സാഗർ സൂര്യ, ഗണപതി, അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ, പിന്നെ അല്ലമീൻ, പിന്നെ എടുത്ത് പറയേണ്ട ഒരു കഥാപാത്രം രാജേഷ് മാധവൻ. ഓക്കെ, ഒരു സെക്കൻഡ് ഹാഫ് ഓൺവേർഡ്സ് ആണ് പുള്ളി വരുന്നത്. പ്രേതത്തിന്റെ പറഞ്ഞോളൂ. ഹൊറർ, പിന്നെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. നമ്മളൊരു ആക്ച്വലി ഒരു ലോജിക് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരിക്കലും തിയേറ്ററിൽ പോയിട്ട് ഇത് കാണരുത്. അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് തിയേറ്ററിൽ മൊത്തം ചിരിക്കാനുള്ള ചിരിയുടെ പൊടി പൂരാണ്. പൊടി പോരാ. അത് നമ്മളെ എടുത്തിരിക്കുന്ന ആളുകൾ, അത് എല്ലാ ജനറേഷനും പെട്ടെന്ന് പറ്റുന്ന ഒരു മൂവിയാണ്. ആക്ച്വലി ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതായത് നമ്മൾ ആ ഒരു പ്യുവർലി ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ചിരിക്കാന്നുള്ള ഒരു കോൺസെപ്റ്റോടെ പടം കാണുക. ലോജിക് വൈസ് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോജിക്കലി ഇതിൽ പ്രാധാന്യമില്ല. അതായത് നമ്മൾ മൂവിയിലോട്ട് വരുമ്പോൾ ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ഹൊറർ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അതിൽ നമ്മൾ നേരത്തെ റീസെന്റ് കണ്ട പോലെ പടക്കളം, രോമാഞ്ചം അല്ലെങ്കിൽ അടികപ്പേര്, കൂട്ടമണി, ആ ഒരു സെയിം ജോണറിലാണ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഈ മൂവിയുടെ സിനിമ സംഘാടകർ വിജയിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രിഞ്ചോ അല്ലെങ്കിൽ തോന്നിപ്പിക്കാതെ ഈ പടം മുഴുവൻ ഫുൾ ഫ്ലെഡ്ജിൽ ഇവർ ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ്. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ പടത്തിന്റെ കംപ്ലീറ്റ്ലി പടം കംപ്ലീറ്റ്ലി ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതിൽ ഇവർ സക്സസ് ആയി എന്നുള്ളത് ഒരു അപ്രീഷിയേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസ്റ്റിംഗ് ഇതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്. അതായത് ഈ മൂവിയിൽ കാസ്റ്റ് ചെയ്ത് എല്ലാവരും അവരെ ബെസ്റ്റ് ഇതിൽ ചെയ്തു, അവരെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ആ ഒരു ഫുൾ ത്രൂ ഔട്ട് ഭയങ്കര എനർജി വരും. അതായത് നവാസ് ഖാന്റെ ലാസ്റ്റ് ഒരു മൂവിയാണ്. അദ്ദേഹം തന്നെ ഇതിൽ വൺ ഓഫ് ബെസ്റ്റ് ഒരു പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അസീസ് ഖാന്റെ പെർഫോമൻസ് ഇതിൽ പറയാനുള്ളതാണ്. അതുപോലെ തന്നെ മല്ലിക അർജുൻ ഇവരെ പെർഫോമൻസ് എടുത്ത് പറയാനുള്ളതാണ്. പിന്നെ ഈ ഗണപതിനെ നമുക്ക് കുറെ മുമ്പ് നമ്മുടെ കുട്ടിക്കാലം മുതലേ എന്റെ പാലും കഴവും കൈകളിൽ എന്ത് ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ എന്തുട്ടാ ഗിരിയേട്ടൻ ലാസ്റ്റ് പണി എന്നുള്ള മൂവിയിലൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പെർഫോമൻസ് ആയിരുന്നു സാഗർ സൂര്യ കാഴ്ചവെച്ചിരുന്നത്. അതേ ഒരു ഗിരിയേട്ടൻ ഇതില്. അതുപോലെ തന്നെ പിന്നെ ഒരു കൂട്ടം യുവാക്കളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു എനർജി ആക്ടിങ്സ് ഇതിൽ എടുത്തു പറയാവുന്നതാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള മച്ച് ബെറ്റർ ആയിട്ടുള്ള ആക്ടിങ് സ്കിൽസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കണ്ണൂർ സ്ലാങ് ഇപ്പൊ പല മൂവിയിലും പല സ്ലാങ്സ്, തൃശ്ശൂര്, പാലക്കാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കണ്ണൂർ സ്ലാങ് ഒക്കെ നന്നായിട്ട് അവര് ഒട്ടും ഒരു ക്രിഞ്ച് അടിപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. സീസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കലാപൻ, നവാസ് ആണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് ഒരു എന്താ പറയാ അല്ലെ, പ്ലസ് പോയിന്റ് ആണ് ആക്ച്വലി. അതുപോലെ തന്നെ തിയേറ്ററിൽ ഫുള്ള് ചിരിയായിരുന്നു. അതായത് വേറൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഈ ഒരു മൂവി ചിരിച്ച് മരിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ മൂവിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ലോക്കൽ ബോയ്സ്, അതല്ല ഇതില് ലോക്കൽ ബോയ്സിന്റെ തേരോട്ടാണ്. ലോക്കൽ ബോയ്സിന്റെ സോഷ്യൽ മീഡിയസിലുള്ള പല ആളുകളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ബിബിൻ അശോകനാണ് ഇതിന്റെ മ്യൂസിക്. അതായത് അതും ഈ ഒരു സിനിമക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക് സ്കോർ, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലെല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ്. എന്തായാലും പൈസക്ക് വസൂലാണ്. എല്ലാവർക്കും എന്റർടൈൻ ആണ്. ഇപ്പോഴും തിയേറ്ററിൽ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതില് ഗണപതിനെ നമുക്ക് മുമ്പ് അറിയാം. ഗണപതിന്റെ സാഗർ സൂര്യ അടിപൊളി. നിങ്ങൾ ചിരിക്കാനായിട്ട് പക്ഷേ പലപ്പോഴും ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ബ്രാൻഡിങ് കുറച്ച് കുറവായിരുന്നു. അത് നമ്മൾ വല്ലാതെ ഇതിൽ കണ്ടിട്ടില്ല. ലിമിറ്റഡ് തിയേറ്റേഴ്സിൽ മാത്രം ഇത് നമ്മൾ കുറച്ച് തെരഞ്ഞു. അതായത് നമ്മളെ ഏരിയയിലൊന്നും ഇതായിട്ടില്ല, റിലീസ് ആയിട്ടില്ല. പക്ഷെ മാറിയിട്ടാണ് നമ്മൾ ഇത് കണ്ടത്. ഇതില് വേറൊരു കഥാപാത്രമുണ്ട്, നമ്മൾ മല്ലിക സുകുമാരന്റെ ഭർത്താവിന്റെ അഭിനയിച്ചു. അദ്ദേഹം ചിരിപ്പിച്ച് കൊടുത്തു. അതെ, ഇടക്കൊന്ന് വില്ലനായോ നമുക്ക് തോന്നെങ്കിൽ പോലും ക്ലൈമാക്സ് അടക്കം ഭയങ്കരമായിട്ട് ഒരു ലാംഗ്വേജ്, ഒരു സ്കിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സംസാര സ്കില്ല് കാര്യങ്ങൾ സെക്കൻഡ് ഹാഫ് മുതൽ
നമുക്കൊട്ടും തന്നെ ഒരു ലാഗോ കാര്യങ്ങളോ ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഇതിന്റെ ഒരു വിഷ്വൽ പ്രസന്റിങ്, അതായത് അവരൊരു സെക്കൻഡ് ഹാഫിൽ അവരൊരു വീട്ടിലോട്ട്, അത് സ്പോയിൽ ചെയ്യില്ല, നമ്മളൊരു വീട്ടിലോട്ടൊക്കെ പോയിട്ടുള്ള കുറച്ചൊരു ഇതുണ്ട്, ഗ്രാഫിക്സ് വർക്ക്സും കാര്യങ്ങളൊക്കെ. ആ ഒരു വിഷ്വൽ പ്രസന്റേഷനിൽ അവര് ഉഷാറായി. അത് കോളേജ് വൈബ്. അതായത് ഞാൻ പറഞ്ഞ പോലെ കണ്ട ഒരു സിനിമ തന്നെ റീസെന്റ് എന്റെ അഭിപ്രായത്തിൽ റീസെന്റ് കണ്ട ഒരു സിനിമ പോലെയാണ്. പക്ഷെ എന്നാൽ പോലും അവരിത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, അവർ സക്സസ് ആയി അല്ലേ. പിന്നെ ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ കഥയും എഴുതിയിട്ടുള്ളത്. സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാളാണ്, എഴുതിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാളാണ്, ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് വിജേഷ് പാനത്ത്. നമുക്ക് അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആദ്യ മൂവിയാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡിറക്ഷൻ അടിപൊളിയായിരുന്നു അല്ലേ. ഡിറക്ഷൻ നമുക്ക് എടുത്തിട്ട് പറയാവുന്ന ഒരു പ്ലസ് ആണ് ഒരു സംഭവം. പടം ത്രൂ ഔട്ട് രസമാണ്, കണ്ടിരിക്കാം, കുറച്ച് ചിരിക്കാം, അടിപൊളിയായിട്ട് ചിരിക്കാം. പിന്നെ അതായത് എല്ലാരും പോയി കാണാം. എല്ലാ ഏജ് കാറ്റഗറീസിനും ഇത് ആക്ച്വലി കുറെ കാലായി സത്യം പറഞ്ഞാല് നമ്മളൊന്ന് മറന്ന് ചിരിച്ചിട്ട്. നല്ലൊരു പടം. അതായത് സാധാരണ ഒരു സീരിയസ് ഹൊറർ മൂവിനെ ഒരു കോമഡി, അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടെ കോമഡി വൽക്കരിച്ചു എന്നുള്ളതാണ്. തള്ള വൈബൊക്കെ പൊളിച്ചു. അതിൽ അവരെ ആക്ടിങ്, ഈ പറഞ്ഞ 3 ഗണപതി, സാഗർ സൂര്യ, അല്ലാമീന്, ഇവരെ ആക്ടിങ് അതിൽ സക്സസ് ആയി എന്നുള്ളതാണ്. നടിയും കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരും ഫസ്റ്റോ സെക്കൻഡോ മൂവിയാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എൻ്റെ ബേസ്റ്റ് ഒരു ഓവറോള് എനിക്കിഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട പടമാണോ? തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട പടമാണെന്ന് വെച്ചാൽ ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളി. ആ 2 മണിക്കൂർ ചിരിച്ച് മരിക്കുക സത്യം പറഞ്ഞാൽ. അതായത് ക്യാരക്ടേഴ്സിനൊക്കെ പ്ലേസ് ചെയ്തത്, അതായത് കാസ്റ്റിങ്സ് ഇതിൽ പക്കയാണ്. അതായത് ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തത് റൈറ്റ് ആണ്. അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുത്ത് പറയാവുന്നത് ഇതിൽ വിഷ്വൽ പ്രസന്റേഷൻ, ഫ്രെയിംസ് ഓക്കെയാണ്, സിനിമാറ്റോഗ്രാഫി ഓക്കെയാണ്, ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. പിന്നെ ഭയങ്കര ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു കേസൊന്നുമല്ല ഉള്ളത്, അവർ നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ആയിട്ട് ചെയ്തു. അതെ, എല്ലാവർക്കും നല്ലൊരു ചിരിമരുന്ന് ഒരുക്കിയ പ്രകമ്പനം ടീമിന് ആശംസകൾ, അഭിനന്ദനങ്ങൾ. അപ്പൊ ഇനി നമുക്ക് നല്ല മൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാം. ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സന്ധിക്കും വരെ വണക്കം. ഇറ്റ്സ് മീ അനസ്, അജേഷ്, സൈനിങ് ഔട്ട്. ബൈ ബൈ.